ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ OMC ടെക് ട്രാവൽസ്. ഇന്ന് നമ്മുടെ യാത്ര നേരെ ഒരു വഴിയോര വിശ്രമ കേന്ദ്രത്തിലേക്കാണ്. KSTPയുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു സംരംഭമാണ് ഇത്. നമ്മൾ നേരെ അവിടത്തേക്ക് പോവുകയാണ്. ഇന്ന് അതിന്റെ ഉദ്ഘാടനമാണ്. അവിടെ നമ്മുടെ രാജേഷ് MLA വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി K. സുധാകരൻ സാറാണ്. ആശംസ അർപ്പിക്കാൻ വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ സാറും ഇവിടെ ഓൺലൈനിൽ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ പാർക്കിന്റെ മുമ്പിലാണുള്ളത്. നമുക്ക് നേരെ ഇതിന്റെ ഉള്ളിലോട്ട് പോയി നോക്കാം. ഇവിടെ ഒരു ആശംസാ ബോർഡ് കാണാം. വഴിയോര വിശ്രമ കേന്ദ്രം. ഉദ്ഘാടനം നടക്കുന്നത് നവംബർ 5, 2020 നമ്മ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. നല്ല മനോഹരമായൊരു സ്ഥലം തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിനായി സ്റ്റേജ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ പാർക്കിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. മുഖ്യ അതിഥിയായി ക്ഷണിക്കപ്പെട്ട ബഹുമാനപ്പെട്ട MP രാജ്മോഹൻ ഉണ്ണിത്താൻ സാറുടെ ഒരു സ്പീച്ച് ഇവിടെ നടക്കുന്നുണ്ട്. നമുക്കത് കേട്ടു നോക്കാം. അതോടൊപ്പം ന്യൂഡൽഹിയിൽ പാർലമെന്റ് മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് എനിക്കിതിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ, ജനപ്രതിനിധികളുടെ, PWD ഉദ്യോഗസ്ഥന്മാരുടെ, അതുപോലെ തന്നെ KSTP ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറയാത്തതിൽ എന്റെ മനസ്സിൽ അതീവ ദുഃഖമുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും പേര് പറയാത്തത് ഒരു വീഴ്ചയായി കാണരുത്. മനഃപൂർവ്വമല്ല, നിങ്ങൾ എല്ലാവരും എന്റെ മനസ്സിലുണ്ട് എന്നറിയിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങിന് എല്ലാ ആശംസകളും നന്മകളും നേരുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നന്ദി ബഹുമാനായ MP. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായി ഓൺലൈനിൽ G. സുധാകരൻ സാർ വന്നിട്ടുണ്ട്. നോക്കാം. മറ്റ് വിശിഷ്ടാതിഥികൾ, സ്നേഹമുള്ളവർ, നെല്ലിയാശ്ശേരി മണ്ഡലത്തിൽപ്പെടുന്ന ജില്ലാതല പാർട്ടി റോഡിന്റെ ഭാഗമായി KSTPയുടെ സഹായത്തോടുകൂടി ഒരു വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുകയാണ്. ഇത് ജില്ലാതല പാർട്ടി റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയിൽ ബാക്കി വന്ന ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കിയത്. വഴിയോര വിശ്രമ കേന്ദ്രം സ്ഥാപിക്കാനുള്ളത് KSTPയുടെ പദ്ധതിയിൽ വേൾഡ് ബാങ്കിന്റെ നിബന്ധനയിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് നേതൃത്വം നൽകിയ MLA ശ്രീ TB രാജേഷ് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അടുത്തതായി റിപ്പോർട്ട് അവതരണമാണ്. റിപ്പോർട്ട് അവതരണത്തിന് വേണ്ടി നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ചുമതല വഹിക്കുന്ന ശ്രീമതി ഷീല ചോരൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ TV രാജേഷ് MLA, നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ G. സുധാകരൻ അവർ, വിശിഷ്ടാതിഥിയായ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാരെ, കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി നിയോജക മണ്ഡലശ്ശേരി റോഡിന്റെ ഭാഗമായി രാമപുരം പാലത്തിന് സമീപം വഴിയോര യാത്രക്കാർക്ക് വിശ്രമ സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടി നിർമ്മിച്ച വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം
ബഹുമാനപ്പെട്ട കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA ശ്രീ TV രാജേഷ് അവരുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി G സുധാകരൻ അവർ നിർവഹിക്കുന്ന ഈ മഹനീയ മുഹൂർത്തത്തിൽ പ്രസ്തുത പ്രവൃത്തിയെ സംബന്ധിച്ച ഒരു സംക്ഷിപ്ത വിവരണം മാന്യ സദസ്സിന് മുൻപാകെ സമർപ്പിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പിലാത്തറ പാപ്പിനിശ്ശേരി റോഡ് പുനരുദ്ധാരണ പ്രവൃത്തിയിൽ ബാക്കി വന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പ്രവൃത്തി നടപ്പിലാക്കിയത്. നമ്മുടെ ഈ പ്രൊജക്ടിന്റെ കൺസൾട്ടന്റ് ബഹുമാനായ ശ്രീ ജോ എഞ്ചിനീയർ ഇവിടെയുണ്ട്. RDS നമ്മുടെ ഈ റോഡിന്റെ കരാറുകാരനായ RDS ആണ് കൺസൾട്ടന്റിന്റെ നിർദ്ദേശത്തോടുകൂടി മനോഹരമായ ഈ പാർക്ക് ഇവിടെ യാഥാർത്ഥ്യമാക്കിയത്. അതിന് RDSന് പ്രത്യേകമായ ഒരു അഭിനന്ദനം അറിയിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും ചെറിയ പുഴകളിലൊന്നായ രാമപുരം പുഴയുടെ തീരത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ രാമപുരത്ത് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രവും പാർക്കിന്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട മന്ത്രി G സുധാകരൻ സർ 11 മണിക്ക് നവംബർ 5, 2020 രാജേഷ് MLAയുടെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പാർക്കിന്റെ റോഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, നല്ല രീതിയിൽ തന്നെ ഈ റോഡിന് സമീപത്തായി ഇത് നിർമ്മിച്ചിട്ടുണ്ട്. 1,35,00,000 രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ നിർമ്മാണ ചെലവ് വരുന്നത്. ടോട്ടൽ 50 സെന്റിലധികം സ്ഥലത്താണ് ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇവിടെ 50ലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വാഹനം പാർക്ക് ചെയ്യാൻ പാർക്കിന് 2 വശങ്ങളിൽ നിന്നും റോഡ് ഇവിടത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പിൻഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണിത്. KSTP പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ വഴിയോര വിശ്രമ കേന്ദ്രമാണിത്. ഇതിൻ്റെ പിറകുവശത്ത് നിന്നും പാർക്കിലേക്ക് കയറുവാൻ വേണ്ടി ഒരു വഴിയുണ്ട്. ഇതിൽ നമുക്ക് ഉള്ളിലോട്ട് കയറി നോക്കാം. ഈ പാർക്കിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും കുട്ടികൾക്ക് കളിക്കാനുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം, നല്ലൊരു പാർക്കിൻ്റെ ഫീല് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഭക്ഷണശാല, പൂന്തോട്ടം, കുട്ടികളുടെ പാർക്ക്, ടോയ്ലറ്റ്, ഓപ്പൺ എയർ തിയേറ്റർ, ഇരിപ്പിടങ്ങൾ, നടപ്പാത, ചുറ്റമതിൽ എന്നിവ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നവർക്കും അല്ലെങ്കിൽ അടുത്ത ജില്ലയിൽ നിന്ന് വരുന്നവർക്കും റെസ്റ്റ് ചെയ്യാനും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുവാനും വേണ്ടി ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ കണ്ടാൽ കാണാം, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ടോയ്ലറ്റ് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നടപ്പാതയും ലൈറ്റുകളും എല്ലാം ആധുനിക രീതിയിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്.
സ്റ്റേജ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ്. ഇവിടെ നിന്നാണ് ഇന്ന് ഉദ്ഘാടന കർമ്മങ്ങൾ നടന്നത്.